ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി പൊതുശ്മശാനത്തിന് MLA ഫണ്ടിൽ നിന്നും 1,05,00,000 രൂപ കൂടി അനുവദിച്ചു. VK ശ്രീകണ്ഠൻ MP 50 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും സാങ്കേതിക തടസ്സം കാരണം കാലതാമസം നേരിട്ടു. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് മോസിൻ MLA 50 ലക്ഷം രൂപ കൂടി അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പട്ടാമ്പി ഗ്യാസ് ക്രിമറ്റോറിയം ശ്മശാനം വളരെ ആവശ്യമായി ദീർഘകാലമായി പട്ടാമ്പിയിലെ ആളുകൾ ആവശ്യപ്പെടുന്നതാണ്. ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ 55 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നീട് ഇതിന്റെ ഗ്യാസ് ക്രിമറ്റോറിയം ആയതുകൊണ്ട് തന്നെ അതിന്റെ മിഷനറി മറ്റുള്ള അനുബന്ധ സാധനങ്ങളും ഫർണസ് അടക്കമുള്ള കാര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട്. അതിന്റെ ഫണ്ട് MP അനുവദിച്ച ഡിലേ ആണ് എന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം, ഈ മുനിസിപ്പാലിറ്റിയുടെ കാലാവധിയിൽ തന്നെ അത് തുറന്നു കൊടുക്കണമെന്ന ആ ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ 55 ലക്ഷം രൂപ കൂടി അനുവദിച്ചിരുന്നു. അതിന്റെ ടെൻഡർ 50 ലക്ഷം കൂടി അഡീഷണൽ ആയിട്ട് അനുവദിച്ചിരുന്നു. അങ്ങനെ 1,05,00,000 രൂപയാണ് ടോട്ടൽ അനുവദിച്ചത്. ഈ രണ്ടാമത് അനുവദിച്ച 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിഷണറികളാണ് സ്ഥാപിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു കൊടുക്കാൻ പറ്റും. പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും ഇത് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉള്ള തീരുമാനമാണ് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുള്ളത്. ചെയർപേഴ്സൺ പറയും. എന്തായിരുന്നാലും പട്ടാമ്പിയിലെ ഈ ശ്മശാനം ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് ഇത് കുറെ കാലമായി കോടതിയിലായിരുന്നു. പുതിയ ഭരണസമിതി നഗരസഭയിൽ വന്നതിന് ശേഷം നമ്മൾ ജനങ്ങളോട് നൽകിയ വാഗ്ദാനമാണ് ആ കേസിൽ ഇടപെട്ട് അത് തീർത്ത് കോടതിയിൽ ഇടപെട്ടു. അത് മാത്രമല്ല കളക്ടറേറ്റിൽ അതിന്റെ നിരന്തരമായി നമ്മുടെ ചെയർപേഴ്സൺ പലതവണയും അവിടെ ചെന്ന് ഇടപെട്ട് വളരെ സമയബന്ധിതമായി ആ കേസുകളെല്ലാം തന്നെ വെക്കേറ്റ് ചെയ്തു. പട്ടാമ്പിയിലെ സമൂഹത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യമാണ് പൊതുശ്മശാനം. വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ശേഷം ജില്ലാ കളക്ടർ ശ്മശാനം തുറക്കാൻ അനുമതി നൽകി. ശ്മശാനത്തിന് കെട്ടിടം നിർമ്മിച്ചിരുന്നു. പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ 1970-ലാണ് നമ്പ്രം റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത്. 2012-ലെ UDF ഭരണസമിതി നമ്പ്രത്തുള്ള സ്ഥലത്ത് വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.